പറഞ്ഞ ഇടതുപക്ഷ സർക്കാർ, സ്ത്രീപക്ഷ സർക്കാർ, നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. അങ്ങനെയാണ് അഭിമാനത്തോടു കൂടി എല്ലാ ഇടതുപക്ഷ അല്ല അങ്ങനെ പറയുമ്പോൾ നമുക്ക് തിരിച്ചൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സിനിമാ മേഖല അത് അടിസ്ഥാനപരമായ ഒരു തൊഴിലിടമാണ്. ആ തൊഴിലിടത്തിൽ പകുതിയോളം സ്വാഭാവികമായും സ്ത്രീകളുണ്ടാവും. അതിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് ഈ സർക്കാർ തന്നെ നിയോഗിച്ച ഒരു കമ്മിറ്റിക്ക് മുന്നിൽ വന്നിരുന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ അതിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ, പോട്ടെ കേസ് എടുക്കേണ്ട, നിയമ തടസ്സമുണ്ട്, അതിലെ ഒരു ശുപാർശയെങ്കിലും നടപ്പാക്കിയിരുന്നെങ്കിൽ എത്രത്തോളം അഭിമാനിക്കാമായിരുന്ന കാര്യമായിരുന്നു. അതെ, തോറ്റുപോകുന്ന ഒരു കേസ് പോലും എടുത്താൽ മതിയായിരുന്നു. സർക്കാർ ഇപ്പൊ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കേസ് തോറ്റുപോകുന്നല്ലേ. അങ്ങനെ തോറ്റുപോകുന്ന ഒരു കേസെങ്കിലും എടുത്തിരുന്നുവെങ്കിൽ ഈ അരക്ഷിതരായി നിൽക്കുന്ന പീഡിതരായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം. ഈ റിപ്പോർട്ട് വായിച്ച അന്ന് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രിമാരോ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നുവെങ്കിൽ ചിത്രം മാറിയനെ. തീർച്ചയായും മറ്റൊരു കാര്യം കൂടി, ഇപ്പം ഈ പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ പരാതികളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ, ഈ ആരോപണങ്ങൾ ചൂഷണം നടന്നു എന്ന് കേൾക്കുമ്പോൾ മൊത്തം സിനിമാ മേഖലയ്ക്ക് ഈ ഒരു ഡാമേജ് വന്നിരിക്കുകയാണ്. ഇത് ഇരകളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ ശരിക്കും സംരക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത് വേട്ടക്കാർക്കാണ്. ആരാണോ ചൂഷണം ചെയ്തത് അവരാണ് രക്ഷപ്പെട്ടു പോകുന്നത്. ഈ ഒരു ന്യായം പറഞ്ഞ അതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മണ്ടൻ പ്ലാന്റെ ഭാഗമല്ലേ ഇത്. ഇങ്ങനെയുള്ള ഒരു ക്രൂര കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ട് കേരള സമൂഹം പോലുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് സുഖമായിട്ടങ്ങ് രക്ഷപ്പെട്ടു പോകാമെന്നൊക്കെ, അതൊക്കെ വേറൊരു മണ്ടൻ പ്ലാനാണെന്ന് ഒരു ബുദ്ധിയില്ലാത്തൊരു പ്ലാനായിട്ട് എനിക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. കാരണം അത് നടക്കില്ല. കാരണം നമ്മുടെ സൊസൈറ്റി അത് സമ്മതിക്കില്ല. അതിനിപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നതോടുകൂടി ഇതിന്റെ എല്ലാ തരത്തിലുള്ള സംഗതികളും പുറത്തു വരും. സത്യം എത്ര കാലം എന്ന് വെച്ചത് മറച്ചു ആര് വിചാരിച്ചാലും, എത്ര ശക്തരായിട്ടുള്ള ഗവൺമെന്റ് വിചാരിച്ചാലും സത്യമാണെങ്കിൽ അത് പുറത്തു വരില്ലേ. അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് നമ്മൾ ഈ പറയുന്ന ഈ 96-ാം പാരഗ്രാഫ്. മറച്ചു വെക്കാൻ ശ്രമിച്ചു, പക്ഷെ അത് പുറത്തു വന്നു. അതിലാണ് ഈ വെരി വെൽ നോൺ പീപ്പിൾ എന്നുള്ള കാര്യം പറയുന്നത്. സത്യത്തിനെ അങ്ങനെ മറച്ചു വെക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവ് കൂടിയാണത്. അല്ല, അത് ആര് ചെയ്തു എന്നുള്ളത്, ഇതാര് ചെയ്തു എന്നുള്ളത് സർക്കാർ അന്വേഷിക്കണം. സർക്കാരിന് മറച്ചു വെക്കാനൊന്നുമില്ല എന്ന് പറയുകയും ഇങ്ങനെ ഒരു കാര്യം മറച്ചു വെക്കുകയും ചെയ്താൽ ഇത് ഏത് ഉദ്യോഗസ്ഥനാണ് ചെയ്തത് എന്നന്വേഷിച്ച് അത് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. ഗവൺമെന്റ് ഒരിക്കലും ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ആ ഡിഫെൻസ് പാളിപ്പോവും. ഞാനൊരു കാര്യം കൂടി ചോദിച്ചോളൂ. ഇപ്പൊ താങ്കളടക്കം സിനിമാ മേഖലയിൽ സജീവമായി നിൽക്കുന്ന ഒരാൾ, ഇപ്പൊ എല്ലാവരും ഇന്നാളെന്നില്ല, എല്ലാ പുരുഷന്മാരും അല്ലെങ്കിൽ എല്ലാ സംവിധായകരും എല്ലാ നിർമ്മാതാക്കളും എല്ലാ നടന്മാരും ഈ ഒരു സംശയ നിഴലിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഡാമേജ് കൂടിയില്ലേ? അങ്ങനെ ഒരു ഡാമേജ് ഇല്ല. എല്ലാവർക്കും ഈ ചീത്തപ്പേരൊന്നുമില്ല. ആളുകളൊക്കെ സാമാന്യ ബുദ്ധിയുള്ളവരും തിരിച്ചറിവുള്ളവരും ഒക്കെ തന്നെയാണ്. അത് കുറെ ആളുകൾ ഓൺലൈനിൽ പറയുമായിരിക്കും, ചിലപ്പോ കമന്റിൽ പറയുമായിരിക്കും സിനിമാ മേഖല മുഴുവൻ മോശമാണ്. ഇത് പണ്ട് മുതലേ ഉള്ള ആക്ഷേപമാണ്. പുതുതായിട്ടൊന്നും ഇതിനകത്ത് ഒരാൾക്കും, തെറ്റ് ചെയ്യാത്ത ഒരാൾക്കും ഇതിനകത്ത് ഒരു ആക്ഷേപം തോന്നേണ്ട കാര്യമില്ല. ഒരു സംഘടനയ്ക്കും ഇതൊരു ഇൻഡസ്ട്രിയെ തകർക്കുന്ന ഒരു സംഗതിയാണെന്ന് തോന്നുന്നു. ഇതൊരു കുറ്റകൃത്യമാണെന്നേ. ഇത് എങ്ങനെയാണ് ഒരു സിനിമയ്ക്കെതിരായിട്ടുള്ള ഒരു സംഗതിയായിട്ട് മാറുന്നത്? സിനിമ ജനകീയമായിട്ടുള്ള ഒരു കലയാണ്. സിനിമ ഇനി മുന്നോട്ട് പോവുകയല്ലേ ചെയ്യുള്ളൂ. ഇതുകൊണ്ട് മലയാള സിനിമയ്ക്കോ അല്ലെങ്കിൽ ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഇല്ല, കഴിഞ്ഞ ദിവസം AK ബാലൻ അന്ന് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ സമയത്ത് അദ്ദേഹമായിരുന്നു മന്ത്രി. അദ്ദേഹം പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു, സിനിമാ മേഖല വലിയൊരു ബിസിനസ്സാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ കത്തിക്കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്, മലയാള സിനിമ അതിന്റെ മികച്ച നിലയിൽ നിൽക്കുകയാണ്, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വാർത്തകളൊക്കെ വന്നാൽ അത് ഡാമേജിംഗ് ആണെന്ന്. അങ്ങനെ ഒരു ബിസിനസ് വശം നോക്കി ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ, മനുഷ്യാവകാശ ലംഘനമൊക്കെ നടക്കുമ്പോൾ നമ്മൾ മൗനം പാലിക്കണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ വലിയ മൂലധന ശക്തികൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അതിനൊക്കെ ഈ രീതിയിൽ മൂലധനം വരുന്നുണ്ട്, നമുക്ക് ഒരുപാട് പേരുണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെയൊക്കെ കുറ്റകൃത്യം മറച്ചു വെക്കാന്നുള്ളത് അതെന്ത് ന്യായമാണ്? അത് എന്ത് രാഷ്ട്രീയമാണത്? ഇപ്പൊ ഈ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ കോൺക്ലേവ് നടത്തുമെന്നുള്ളതാണ്. കോൺക്ലേവ് നടത്തുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്? അതായത് എന്തൊക്കെ ഭയന്നുകൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം ജീവന് ഭയമുണ്ട്, സ്വന്തക്കാർക്ക് അവരുടെ ജീവൻ ഭയമുണ്ട്, ഇപ്പം ഞങ്ങളുടെ കൂടെ ഇരയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് പോലും അവസരം നഷ്ടപ്പെടുമെന്നൊക്കെയാണ് ഈ ജസ്റ്റിസ് ഹേമയോട് ഈ ആളുകൾ, ഇതിലെ സ്ത്രീകൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കോൺക്ലേവിൽ വന്ന് ഈ ആരാണോ ചൂഷണം ചെയ്തത് അവർക്ക് മുന്നിലിരുന്ന് എന്ത് പറയണം ഈ അതിജീവിതകൾ അല്ലെങ്കിൽ ഇരകൾ എന്നാണ് വിശ്വസിക്കേണ്ടത്?
ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സർക്കാർ മന്ത്രിമാർ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺക്ലേവ് സിനിമാ പോളിസി രൂപീകരിക്കുന്നതിന്റെ ആശയങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നടത്തുന്നതെന്നാണ് പറയുന്നത്. ഒരിക്കലും അതൊരു കോംപ്രമൈസ് ടോക്കിനോ ഒന്നുമല്ല. അങ്ങനെയല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ അജണ്ട എന്താണെന്നൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല, ആരെയും അറിയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അത് സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചാണെങ്കിൽ അത് സിനിമാ പോളിസി രൂപീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും വിളിച്ചു കൂട്ടുന്ന ഒരു യോഗമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.